ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പി സി ജോർജ് കോടതിയിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഈരാറ്റുപേട്ട സ്റ്റേഷനിലെത്തിയായിരിക്കും ഹാജരാകുക എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. പി സി ജോർജ് കോടതിയിലാണ് എത്തിയിരിക്കുന്നത്. കോട്ടയം സെഷൻസ് കോടതിയിലാണ് എന്നുള്ള വിവരമാണ് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ കോട്ടയം സെഷൻസ് കോടതിയും ഹൈക്കോടതിയുമാണ് പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ കഴിഞ്ഞ 2 ദിവസമായി പി സി ജോർജ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന വിവരമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈരാറ്റുപേട്ട ഇൻസ്പെക്ടർക്ക് മുന്നിൽ ഹാജരാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശം പി സി ജോർജ് തേടിയത്. കഴിഞ്ഞ ജനുവരി 5-നാണ് ഈ ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മതവിദ്വേഷ പ്രസംഗം, മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. അതിന് തൊട്ടുപിറകെ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റി പരാതി നൽകുന്നു. പോലീസ് കേസെടുക്കുന്നു. കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ പി സി ജോർജിനെതിരെ നടത്തുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല പി സി ജോർജ്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് തന്നെ അർഹനല്ല എന്നുള്ള പരാമർശമൊക്കെ ആണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അതേസമയം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രീയ നാടകമാണ് എന്നുള്ള ആരോപണവുമായി BJP എത്തിയിരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ പിന്തുണ നൽകിക്കൊണ്ട് പി സി ജോർജിന്റെ അറസ്റ്റ് ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള പിണറായി സർക്കാരിന്റെ നീക്കമാണ് എന്നുള്ള ആരോപണമാണ് BJP നേതാക്കന്മാർ നടത്തിയത്. പക്ഷേ പി സി ജോർജ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ നേരെ പി സി ജോർജ് കോടതിയിലെത്തിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു 2 ദിവസത്തെ സാവകാശം തേടിയത്. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഒരു വശത്ത് വന്നിരിക്കുന്നു. അതേസമയം ഇപ്പോൾ പി സി ജോർജ് കീഴടക്കാനായി നേരിട്ട് കോടതിയിലെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ട എന്ന് കരുതി പേട്ട കോടതിയിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം ഇപ്പോൾ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. ഈ ശനിയാഴ്ചയൊക്കെ ആണ് നോട്ടീസ് നൽകാനായിട്ട് പോലീസ് പി സി ജോർജിന്റെ വീട്ടിലെത്തിയത്. അപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പോലീസിന് മടങ്ങേണ്ടതായിട്ട് വന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അന്ന് തനിക്ക് 2 ദിവസം നൽകണം സാവകാശം എന്നുള്ളൊരു വിവരവും അന്ന് നൽകി. ഇന്ന് ഉച്ചവരെയാണ് പി സി ജോർജ് സാവകാശം തേടിയിരുന്നത്. അങ്ങനെ പാലാ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ കത്തും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും പി സി ജോർജ് എത്തുക? ഇന്ന് രാവിലെയും വീട്ടിൽ പി സി ജോർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പി സി ജോർജ് എത്തുക? ഒരുപക്ഷെ രാവിലെ BJP പ്രവർത്തകർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നുള്ള വിവരങ്ങളൊക്കെ ആദ്യം വന്നിരുന്നു. അതുണ്ടായില്ല. ഇപ്പോൾ 11 മണിയോടുകൂടി പി സി ജോർജ് ശ്രീജിത്ത് ചേരുന്നു നമുക്കൊപ്പം. ശ്രീജിത്ത്, പോലീസ് സ്റ്റേഷനിൽ എത്താതെ ഹാജരാകാതെ അതിനുള്ള സാവകാശം തേടിയിട്ട് പോലും ഹാജരാകാതെ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. എന്തായിരിക്കും ഈ നീക്കത്തിന് പിന്നിൽ? എന്താണ് വിവരങ്ങൾ? അപർണ, തീർച്ചയായും അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പോലീസിന് നോട്ടീസ് നൽകുക, പക്ഷേ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് സ്ഥലത്തില്ലാത്ത പി സി ജോർജ് നേരെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ പല തവണ പരിശോധനകൾ നടത്തിയിരുന്നു. വീട്ടിലടക്കം പോലീസ് എത്തി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വെട്ടിച്ചുകൊണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്രയധികം പോലീസ് കാവലുള്ള ഈരാറ്റുപേട്ട നഗരത്തിലൂടെ പി സി ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാടകീയമായ നീക്കങ്ങൾ. ഇനി മജിസ്ട്രേറ്റ് ഈ കേസ് പരിഗണിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതിനുശേഷമായിരിക്കും ഇനി പോലീസിന് കൈമാറാൻ സാധ്യതയുള്ളത്. എന്തായാലും അത്യന്തം നാടകീയമായ രംഗങ്ങൾക്ക് തന്നെയാണ് ഈരാറ്റുപേട്ട സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ഹാജരാകുമെന്നുള്ളതായിരുന്നു പി സി ജോർജ് അറിയിച്ചിരുന്നത്. പക്ഷേ ഏതാണ്ട് 10 മണി മുതൽ തന്നെ ഹാജരാകും, അല്ലെങ്കിൽ 9:30 ഹാജരാകും. ഇങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പി സി ജോർജ് നേരിട്ട് കോടതിയിലേക്ക് ഹാജരാകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയും സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തുകയും
ഈ താൻ കീഴടങ്ങുന്നതാണെന്നും ഇന്ന ആളാണെന്നും അറിയിച്ചുകൊണ്ട് കീഴടങ്ങുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. ഇനിയുള്ളത് സ്വാഭാവികമായും എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇത്രയും വയസ്സായിട്ടുള്ള ഒരാളാണ്. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ഇപ്പോഴും എന്തായാലും അറസ്റ്റിന് സാധ്യതയില്ലേ? കാരണം അങ്ങനെ ഒരു അത് ഇനിയിപ്പോ കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് എന്തായാലും കോടതി തള്ളിയ സമയത്ത് ബാക്കി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കും. ബാക്കി എന്താണെന്ന് വെച്ചാൽ കോടതി തീരുമാനിക്കുന്ന അനുസരിച്ച് മുന്നോട്ട് പോയി. പ്രവർത്തകരെ ഒത്തുകൂടും, നിയമ നടപടിക്കൊപ്പം നിൽക്കുക, അത്രേ ഉള്ളൂ. നിയമ നടപടികൾക്കൊപ്പം നിൽക്കുക, അതാണല്ലോ ഒരു ചെയ്യേണ്ടത്. അല്ല, പോലീസ് അല്ലല്ലോ തീരുമാനിക്കുന്ന കാര്യം. ഇന്ന് പോലീസ് കുറച്ച് ഇതായി എന്നാണോ പറയുന്നത്? വീട്ടിൽ വന്നൊരു നാടകം ഉണ്ടാക്കി. അല്ല, പോലീസ് ചില ആളുകളെ സംരക്ഷിക്കാനും ചില ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ PC ഒളിവിലായിരുന്നു എന്നൊരു ഭാഷയുണ്ടായിരുന്നു എല്ലാവരും. ഒരിക്കലും ഇല്ല. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഒരു കത്ത് കൊടുക്കില്ലല്ലോ DSPക്ക്. ഓക്കെ. എന്തായാലും ശീതൽ, PC ശ്രീജിത്ത്, BJP നേതാക്കന്മാർ ഇരട്ടുപേട്ട സ്റ്റേഷനിലെത്തിയിരുന്നല്ലോ. അവരൊക്കെ ഇപ്പോൾ അവർക്ക് പോലും അറിവുണ്ടായിരുന്നില്ലേ PC ജോർജ് കോടതിയിലേക്കാണ് വരുന്നത് എന്ന്? അപർണ, പൂർണ്ണമായും എല്ലാ നേതാക്കൾക്കും വിവരം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം അത്യന്തം രഹസ്യമായി ഈ ഒരു വിവരം സൂക്ഷിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഷോൺ ജോർജിനോടൊക്കെ ഈ വിവരം ചോദിക്കുന്ന സമയത്ത് ഷോൺ ജോർജ് പറഞ്ഞിരുന്നത് ഇനിയുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം നിങ്ങളോട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഫലത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ഒന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു നാടകീയമായ രംഗങ്ങളിലേക്ക് PC ജോർജും ഒപ്പം തന്നെ BJPയും എത്തുന്നു. BJPയുടെ ഒരുപക്ഷെ ഉന്നത നേതാക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും PC ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ ജനസഞ്ചയമുണ്ട്. ഈ ആളുകൾ ഇവിടേക്ക് PC ജോർജ് കീഴടങ്ങി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തകരും BJP നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തി നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഈരാറ്റുപേട്ട SHOയെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും ഇനി കോടതി നടപടിക്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന്റെ ഭാഗമായി ആയിരിക്കും തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുക. ശ്രീജിത്ത്, ഇനിയുള്ള നിയമ നടപടികൾ, സാധാരണ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നെങ്കിൽ അവിടെ നിന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നൊരു ചോദ്യം. ഇതിപ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ ഈ നേരത്തെ BJP നേതാക്കന്മാർ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നു. ഇത് ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളിലുള്ള ഒരു വ്യത്യാസമാണ് ഉണ്ടാവുക? അപർണ, ഇനിയും സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് അത് പോലീസിന് കൈമാറാനുള്ള ഉത്തരവുകൾ നൽകും. കാരണം ക്രിമിനൽ നടപടി പ്രകാരമുള്ള നടപടികൾക്ക് വിധേയനാകേണ്ടതുണ്ട് പോലീസ്. അതിനപ്പുറത്തേക്ക് നേരിട്ടൊരു ജാമ്യമൊന്നും നൽകാൻ കഴിയുന്ന സാഹചര്യമൊന്നും അല്ല ഉള്ളത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇതിന് തൊട്ടടുത്താണ് ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രം ഉള്ളത്. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുക. എന്തായാലും ഇവിടേക്ക് അദ്ദേഹം ഹാജരായി എന്ന് അറിഞ്ഞതോടെ കൂടുതൽ BJP നേതാക്കളൊക്കെ എത്തി. അദ്ദേഹം ഹാജരായല്ലേ? ഈ ആരോഗ്യ പ്രശ്നമൊക്കെ ഇപ്പോഴും ഉണ്ടോ? എന്താ പറയുക? മെഡിക്കൽ എടുക്കാൻ പോവാ. കോടതി എന്തെങ്കിലും ഉത്തരവല്ലോ വന്നാ? ഇല്ല, കോടതി എടുക്കുന്നേ ഉള്ളൂ. എന്തായാലും അതാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ള നേതാക്കളൊക്കെയും പ്രതികരിക്കുന്നത് അതുതന്നെയാണ്. എന്തായാലും BJPയുടെ കൂടുതൽ നേതാക്കളൊക്കെയും ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്.